തൊഴുന്നേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ കൈ തൊഴുന്നേ പുണ്യങ്ങളൊന്നായി രൂപം ധരിച്ചൊരു പുണ്യാത്മാവേ കൈ തൊഴുന്നേ ആരു നമ്മെ രക്ഷിക്കും ഇതുപോലെ ലോകത്തിൽ ലോകനാഥനാകുന്ന ഉടമസ്ഥനല്ലാതെ ഇപ്രകാരം രക്ഷിപ്പാൻ ലോകത്തിലാരുമില്ല. രക്ഷകന്റെ നാമത്തിൽ ആനന്ദിക്കാം നമ്മൾക്ക്. ശുഭാനന്ദ നാമത്തിൽ ആനന്ദിക്കാം നമ്മൾക്ക്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ജന്മനക്ഷത്ര മഹോത്സവത്തിന് ആദർശ കൊടി ഉയർത്തി 4 ദിവസവും ഉന്നതമായ പരിപാടികളോടുകൂടി അതിലും വിശേഷിച്ച് ജന്മനക്ഷത്ര സ്തുതിയോടും കൂടി ആനന്ദോത്സവമായി ജഗദീശ്വരൻ എല്ലാം നടത്തി തന്നു. കഴിഞ്ഞ ദിവസം ഇതിനോടൊപ്പം വിഷു കൂടി വന്നപ്പോൾ അത് വളരെ ഗംഭീരമായും ആനന്ദമായും അനുഭവപ്പെട്ടു. എത്രായിരം ആളുകൾ വന്നുവെന്നോ ഈ വിഷു കൈനീട്ടം വാങ്ങിച്ചുവെന്നോ ഒരു കണക്കും ആർക്കും പറയാൻ പറ്റില്ല. അതുപോലെ ആളുകൾ തലേ ദിവസം മുതൽ ഇവിടെ വന്ന് താമസിച്ച് കൈനീട്ടം വാങ്ങി കടന്നുപോയി. എന്നാൽ ഒരു തിരക്കും വലിയ ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകാത്ത വിധം മഹാശക്തി എല്ലാം ക്രമീകരിച്ച് നടത്തി തന്നു. അത് ഈശ്വരൻ്റെ വലിയ കാരുണ്യമാണ്. കാരണം 1 മാസം മുമ്പ് മുതലേ പല ആളുകളും എന്നോട് തന്നെ ചോദിച്ചു, ഈ ഞായറാഴ്ചയും വിഷുവും ഉത്സവവും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇതെങ്ങനായിരിക്കും, എന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഒരു ആകുലത ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വളരെ നിസ്സാരമായി സർവശക്തി അങ്ങ് നടത്തി. നമുക്ക് കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ സ്തുതിയിൽ പങ്കെടുക്കുന്ന സഭകളിൽ കവിയൂർ ശാഖയിലെ സഹോദരിമാരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. കാരക്കാട് ശാഖാശ്രമത്തിലെ തേക്കുതോട് പൂഞ്ഞാർ ആലപ്പുഴ വടക്കനാരിയാണ് മലയാലപ്പുഴ പുനലൂർ മുട്ടം ഇത്രയും ശാഖകളാണ് ഇന്ന് നമ്മുടെ ഈ ജന്മനക്ഷത്ര സ്തുതിയിൽ പേര് വെച്ച് പങ്കെടുക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമുണ്ട്. 10 ദിവസവും ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി താമസിക്കുന്നവർ നിങ്ങളെല്ലാവരും കൂടി വന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പം അതിൽ പല ആളുകളും അവിടെ ഓരോ കർമ്മ മേഖലകളിലാണ്. അവരൊക്കെ അതിൻ്റെതായ അവസരം അനുസരിച്ച് ഇതിനുള്ളിൽ പ്രവേശിക്കും, സ്തുതിയിൽ പങ്കെടുക്കും. ഈ വന്നു ചേർന്നിരിക്കുന്നവരുടെ
പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കർമ്മങ്ങളിൽ പോയി ബന്ധപ്പെടണം. എന്നാലും ഈ സ്തുതി മുടക്കം കൂടാതെ നാളെ പ്രഭാതം വരെ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്തുതി നടത്തുന്നത്? ഇത് പക്കനാസ്തുതിയോ ധാരാസ്തുതിയോ അല്ല. അതിന് വേറൊരു പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? കുറച്ച് പറയാം. അപ്പൊ ജന്മിയാകുന്ന ഗുരുവിൻ്റെ ജന്മനക്ഷത്രത്തെ ഘോഷിക്കുവാൻ, ഉന്നതമായ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അനുഭവമാകുവാൻ വേണ്ടിയാണ് ഈ സ്തുതിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ജന്മനക്ഷത്രം ഏറ്റവും മനോഹരമായ ആനന്ദമായി പ്രകൃതിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും തുണയായി നിന്ന് നടത്തിത്തരണമേ എന്നും അതിനുവേണ്ടി സർവാത്മാക്കളെ ഇവിടെ എത്തിക്കണമേ എന്നും ഇതെല്ലാം നടത്തുവാൻ ഈശ്വരൻ പ്രത്യക്ഷമായി ഇവിടെ വാഴണമേ എന്നും ഉള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ സ്തുതി നടത്തുന്നത്. അപ്പോൾ ആ സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഹാരാർപ്പണം നടത്തിയതും പുഷ്പാർച്ചന നടത്തിയതും. ഇപ്പോൾ മലയാളിപ്പുഴയിൽ നിന്ന് ഇവിടെ മേശപ്പുറത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പറക്കിയെല്ലാം പുറകെ വെച്ച് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആത്മസുഖം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്കെല്ലാം ആത്മനാഥൻ വാഴണം എന്നാഗ്രഹമുണ്ട്. സ്വരൂപനാകുന്ന ഗുരുനാഥൻ ലോകത്തിൽ വാഴേണ്ടത് ഭക്തന്മാരുടെ ആവശ്യമാണ്. അനേകം യുഗങ്ങളിൽ അനേകം സന്താനങ്ങളും പ്രകൃതിയും മഹാതപസ്സനുഷ്ഠിച്ച് കണ്ണുനീരൊഴുക്കി നെഞ്ചുപൊട്ടി നിലവിളിച്ചതിൻ്റെ ഫലമാണ് ദൈവം ലോകത്തിലേക്ക് അവതാരമായി വന്നത്. അത് ലോകത്തിൽ നിലനിർത്തി അതിനെ അനുഭവിക്കുക എന്നുള്ളത് മനുഷ്യജന്മങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം നടത്തി ഓരോന്നും സമർപ്പിക്കപ്പെടുന്നത്. ഇതെല്ലാം ഈശ്വരൻ സ്വീകരിച്ച് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും മഹാശക്തി എന്നും നിറഞ്ഞിവിടെ വാഴുമാറാകട്ടെ. നമ്മുടെ ഈ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ ഒന്നിനൊന്നുപരിയായി ഓരോ ദിവസവും നടത്തിക്കൊണ്ട് മഹാശക്തി പ്രത്യക്ഷമായി ഇവിടെ വാഴുമ്പോൾ നമുക്ക് ഈ ജന്മനക്ഷത്ര സ്തുതിയോടെ സർവശക്തിയെ വീണ്ടും 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 ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ ജന്മനക്ഷത്ര മഹോത്സവം 10 മടങ്ങ് ആനന്ദത്തോടുകൂടി നടത്തപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദാ പൊന്നു നാമം സ്തുതിച്ചിടുന്നേ. സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദാ പൊന്നു പാദം നമിച്ചിടുന്നേ. ആർത്തിയോടെ ഭക്തിയോടെ ആത്മസമർപ്പണത്തോടുകൂടി ഈ സ്തുതിയിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് ഈ ആനന്ദം ഈശ്വരൻ ദാനം ചെയ്യുന്നത്.
ആ ആനന്ദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ഈശ്വരൻ അവിടെ ദാനം ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. പലപ്പോഴും ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ പറ്റി. പാഞ്ചാലി വിവിധ നാമങ്ങളിൽ ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭഗവാൻ ദർശിക്കാതിരുന്ന ആ അവസരം പിതാമഹന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഭർത്താക്കന്മാരുടെയൊക്കെ മുന്നിൽ വെച്ച് ദുഷ്ടനായ ദുശാസനൻ സ്വന്തം വസ്ത്രം വലിച്ച് അഴിക്കുമ്പോൾ ഭഗവാനെ ഓരോ നാമത്തിൽ വിളിച്ചു. പാലാഴിവാസ എന്നും മധുരാധിപത എന്നും രാധാപത എന്നും ഒക്കെ അനേകം അറിയാവുന്ന പേരുകളിലെല്ലാം വിളിച്ചു. ഭഗവാൻ ദർശിച്ചില്ല. അവസാനം മമ ഹൃദയാധിവാസ കൃഷ്ണ ഹൃദയേശ്വര മമ ഹൃദയേശ്വര ഹൃദയേശ്വര മമ ഹൃദയേശ്വര സുഖം ഹൃദയത്തിൽ നൽകുന്ന ഹൃദയേശ്വര സുഖം സുഖം ഹൃദയത്തിൽ നൽകുന്ന ഹൃദയേശ്വര അവനവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരനെ അവനവനിൽ തന്നെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തി ആനന്ദത്തിൽ എത്തിക്കുവാനാണ് ആത്മബോധോദയ സംഘം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കും. ആ ആനന്ദത്തിൽ നിങ്ങൾ കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത് ആരെയാണ്? സ്വന്തം ഗുരുവിനെയാണ്. ആ ഗുരു സ്വന്തം ഹൃദയത്തിലിരിക്കുമ്പോൾ എന്താവശ്യം അവിടേക്ക് അറിയിച്ചാലും അത് തൽക്ഷണം സാധിക്കപ്പെടുകയാണ്. അത് സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ് നിയമം പാലിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്തുതി നടത്തുമ്പോൾ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകുന്നു, ഈ അനുഭവം ഉണ്ടാകുന്നു. ഇത് സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നാമനിയമാദികളെ കൃത്യമായി പാലിച്ച് ജീവിച്ചാൽ മതി. എപ്പോഴും ഈശ്വരൻ ഹൃദയത്തിൽ അധിവസിക്കുന്നത് കാണാൻ പറ്റും. ആ അധിവാസമുള്ള ഹൃദയങ്ങൾ ലോകത്തിൽ എന്താവശ്യപ്പെട്ടാലും അപ്പോൾ തന്നെ സാധിക്കും. അങ്ങനെ അധിവാസമുള്ള ഹൃദയങ്ങൾ അഹങ്കാരം ചിന്തിക്കുകയില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഗുരുമുമ്പാകെ ഉണർത്തിക്കുകയില്ല. കാരണം ആവശ്യമുള്ളതേ ആ ഹൃദയത്തിൽ തോന്നും. കാരണം അവിടെ വസിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പ്രകാശമാണ്, ജ്ഞാനപ്രകാശമാണ് ഗുരു. ഗുരുവിൻ്റെ അധിവാസത്തിൽ കൂടി ആ സത്യവെളിച്ചം തിളങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും തോന്നുകയില്ല. അയലത്തുകാരൻ്റെ മാവ് നല്ലപോലെ കായ്ക്കുന്നു, അത് മൂടോടങ്ങ് ഉണങ്ങിപ്പോണേന്നൊന്നും ആരും പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയൊക്കെ തോന്നുന്നത് ഈ ഇരുട്ടുള്ള ഹൃദയങ്ങളിലാണ്. മറ്റുള്ളവർക്ക് ദുഃഖം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു കാര്യവുമില്ല. അവൻ്റെ മാവേൽ മാങ്ങ ഉണ്ടായി, അവൻ അത് വിൽക്കുകയോ കാശുണ്ടാക്കുകയോ നമുക്ക് എന്താ ചെയ്തത്? അതിൽ നിന്ന് 2 എണ്ണം അവൻ വേണ്ട തരുവാന്ന് നമുക്ക് കഴിക്കാൻ സ്നേഹമായിട്ട് നിന്ന് അവൻ തരും. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇത്രയും ഉണ്ടാവുന്നതോ അതങ്ങ് മുടങ്ങിപ്പോയായിരുന്നെങ്കിൽ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങളാരും ചിന്തിക്കുമെന്നല്ല, ഇരുട്ടുള്ളവരുടെ കാര്യം. നിങ്ങളൊക്കെ ആത്മബോധമുള്ളവരല്ലേ? ആത്മബോധോദയ സംഘാംഗങ്ങളിൽ നിങ്ങളാരും അങ്ങനെ ചിന്തിക്കുമെന്നല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ലോകത്തിൽ. അതാ പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ജ്ഞാനപ്രകാശം അധു ആത്മപ്രകാശം ജ്ഞാനപ്രകാശം ആത്മാവിന്റെ അന്ധകാരം മാറ്റും പ്രകാശം ജ്ഞാനപ്രകാശം അധു ആത്മപ്രകാശം ആത്മാവിന്റെ അന്ധകാരം മാറ്റും പ്രകാശം. ഓരോരുത്തർ പേനായും ബുക്കും ഒക്കെ എടുക്കുന്നുണ്ട്. പുതിയ കീർത്തനം പുതിയൊക്കെ പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് തോന്നലുമുണ്ട്, ഒരുപാട് അറിവുകൾ ഞാൻ ഉള്ളിൽ നിന്ന് തെള്ളുന്നുമുണ്ട്. പക്ഷേ ഇതൊന്ന് ഇന്ന് വന്നവരെ ഒന്ന് കണ്ട് ഈ നേർച്ചയൊക്കെ ഒന്ന് സ്വീകരിച്ച് അവരെ സ്തുതി തുടങ്ങാൻ ആരംഭം അനുവാദം കൊടുത്ത് അങ്ങ് മുറിയിലേക്ക് പോകാമെന്ന് കരുതിയാണ് വന്നത്. കാരണം ദേഹവശാൽ അല്പം ക്ഷീണമുണ്ട്. കാരണം ഇന്നലെ ഇവിടെ നടന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വറുചട്ടിയിലേക്ക് അരി ഇടുമ്പോഴത്തെ ഒരു അവസ്ഥ എന്തുമായിരിക്കും? അതിന് പഴമക്കാർ ഒരു അരി പൊരിപ്പൻ പരിപാടി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അതായത്
ഇവിടുത്തെ പല സന്യാസിമാരും ആശ്രമത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആശ്രമത്തിലെത്തി വെളുപ്പിനെ. അവിടെ നിന്ന് അങ്ങ് തുടങ്ങി. പ്രാർത്ഥനയൊന്നും ആർക്കും കൊടുത്തില്ല, ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു. പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, ദക്ഷിണ വാങ്ങിക്കുക, അങ്ങ് കൈനീട്ടം കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. സെക്കൻഡിൽ ഒരാളിന് വെച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 8 മണി വരെ ഇടതടവില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഇന്നലെ ഇതെല്ലാം നടന്നത്. അല്ലെങ്കിൽ ഇന്നലെ ആരാധന നടത്താൻ സമയം കിട്ടത്തില്ല. കാരണം അതുപോലെ ആളുകളായിരുന്നു. ഇപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു വണ്ടി ഇടാൻ സ്ഥലമില്ല റോഡിലൊക്കെ. വണ്ടി ഇടാൻ വേണ്ടി കാത്തു കടന്നിട്ട് ഇനി വന്നപ്പോഴത്തേക്ക് 11 മണിയായി. വണ്ടിയൊന്നും ഇവിടെ പാർക്ക് ചെയ്യണ്ടേ, സ്ഥലമില്ല. അവിടെ എല്ലാം അങ്ങ് വണ്ടിയുടെ തിരക്ക്. പൂരത്തിൻ്റെ സർവ്വഘോഷങ്ങളും ഇന്നലെ ഈ റോഡിലായിരുന്നു. അവിടെ വണ്ടികൾ ഇങ്ങനെ തിക്കി തിരക്കി എങ്ങും വിടാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ആളുകൾ കൊണ്ടു നടക്കുമ്പോൾ റോഡിലും എല്ലാവരും ഒന്ന് അറിഞ്ഞു കാണും ഭാരതാശ്രമത്തിൽ ഏതാണ്ടൊക്കെ ഒന്ന് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരും അറിയത്തില്ല. കാരണം നമ്മളെല്ലാം വളരെ ഒതുക്കിയാണ് നടത്തുന്നത്. നമ്മുടെ ആളുകൾക്കും പൊതുവെ അങ്ങനെയാണ് സ്വഭാവം. നമ്മൾ കീർത്തനം പാടുന്ന പോലും ആരും കേൾക്കരുതെന്നാണ് പലരുടെയും വിചാരം. ആരും അറിയാതെ പലതും നമ്മൾ നടത്തുന്നത്. നമുക്ക് ഇനി അറിയിക്കാനൊക്കെയുള്ള സമയമായി. പക്ഷേ അറിയിക്കണമെങ്കിൽ അറിവ് ഗ്രഹിക്കണം. അതാണ് അറിയിക്കേണ്ടത്. അല്ലാതെ ചെണ്ട കൊട്ടി അറിയിക്കുന്നതല്ല, അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടി തെള്ളുന്നതല്ല. നമ്മൾ അറിയിക്കേണ്ടത് എന്താണ്? സർവജ്ഞാനത്തെയാണ്. സർവജ്ഞാനം എന്നാൽ എന്താണ്? സദ്ഗുരു രൂപമാണ്. ആ സദ്ഗുരു രൂപത്തെ ഓരോ ഹൃദയങ്ങളിലേക്കും പകർത്തുവാനുള്ള ശേഷി ഓരോ ആത്മാവിനും ഉണ്ടാകണം. അതിനാണ് അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിഞ്ഞാൽ എന്താകും? അറിഞ്ഞാൽ എന്താകും? അറിഞ്ഞാലാണ് ആത്മാവാകുന്നത്. അതുവരെ ആത്മാവല്ല. അതുകൊണ്ടാണ് ആത്മാവ് ലോകത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആത്മാവ് ഉണരുന്നത് ഈ സർവജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അറിവ് കൊണ്ട് ആത്മാവാകണം. അത് പ്രവർത്തിച്ച് എന്താകണം? വിശ്വാസത്താൽ വ്യവസ്ഥപ്പെടുത്തി ഉറപ്പിക്കണം. ഇതൊക്കെ ഇതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു ആത്മാവിൽ സംഭവിക്കുമ്പോഴാണ് ഈ പാടുന്നതൊക്കെ കറക്റ്റ് ആവുന്നത്. അതുകൊണ്ട് നമുക്കറിയാനും അറിയിക്കാനും ഒന്നാകാനും ആനന്ദിക്കുവാനും ഒക്കെ ഉള്ള അവസരം ഈശ്വരൻ ഒരുക്കി തന്നിരിക്കുകയാണ്. നമുക്കങ്ങൊത്തൊരുമിച്ച് ആദർശത്തിൽ ജീവിച്ചിടാം. നമുക്കങ്ങൊത്തൊരുമിച്ച് ആദർശത്തിൽ ജീവിച്ചിടാം. അജ്ഞാനമാകെ മാറ്റി ആനന്ദമായി വാഴാം. ഈ ലോകത്തിൽ നമ്മൾ വന്നതല്ലേ, ഈ ലോകം വിട്ടു നമ്മൾ പോകണമേ. പോകും മുന്നേ നമ്മൾ കരുതേണ്ടത്, പോകും മുന്നേ നമ്മൾ കരുതേണ്ടത്, പോകും മുന്നേ ആത്മാവിന്റെ ആനന്ദമെന്നറിയാം. നമുക്കങ്ങൊത്തൊരുമിച്ചു ആദർശത്തിൽ ജീവിച്ചിടാം. നമുക്കങ്ങൊത്തൊരുമിച്ചു അജ്ഞാനമാകെ മാറ്റി ആനന്ദമായി വാഴാം. ഉന്നതനാകുന്ന ഗുരുവിനെ അണുവിട തെറ്റാതെ ആശ്രയിച്ച് ജീവിച്ചാൽ സർവശക്തി നിങ്ങളിൽ അറിവായി ഭവിക്കും. അതാണ് ആത്മസ്വരൂപമായി തിളങ്ങുന്നത്. ആ ആത്മസ്വരൂപത്തെയാണ് മറ്റുള്ളവരിലേക്ക് അറിയിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കഥകൾ പറഞ്ഞാലോ അനുഭവങ്ങൾ പറഞ്ഞാലോ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം. അന്നത്തെ സാഹചര്യം, ഇപ്പോൾ 10 വർഷം മുമ്പ് ഒരാളിനൊരു അനുഭവം ഉണ്ടായി. അപ്പം ഒരിക്കലും ഒരിടത്ത് പോയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ചുമാരനാശ്രമത്തിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു ഇന്ന പോലെ ആശ്രമമുണ്ട്, അവിടെ നിന്ന് വന്നാട്ടെ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി.
അപ്പം ഭയങ്കര അത്ഭുതം. ദൈവമേ, ലോകത്ത് ഞാൻ എവിടെല്ലാം നടന്നു, എന്നിട്ട് ഇതെനിക്ക് സാധിച്ചില്ല, ഇവിടെ വന്നപ്പോഴാണല്ലോ സാധിച്ചത്. അപ്പോൾ ഭയങ്കരമായ വിശ്വാസവും ആശ്രയവും. പിന്നെ ഒരു ഞായറാഴ്ചയും മുടങ്ങാതിഞ്ഞ് വരും, സർവ്വ വെള്ളിയാഴ്ചയും ആരാധനയ്ക്ക് പോവും. ഭക്തന്മാരോടെല്ലാം ഭയങ്കര സന്തോഷം. കാരണം ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സർവ്വ ഭക്തഭവനങ്ങളുമായിട്ടൊരു ബന്ധം അങ്ങനെ വർദ്ധിച്ച് ഇങ്ങനെ വന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ആ അനുഭവം ഒരാളിനോട് പറയുക, ഇന്ന പോലൊക്കെയാണ് ഉണ്ടായി, ഞാനങ്ങനെ വന്നത്. ഈ അനുഭവം ഒരാളിനോട് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളിന് അത്രയും സുഖം തോന്നിക്കുകയില്ല. ഒരു അതിശയമായിട്ടൊക്കെ തോന്നും, പക്ഷേ ആ സുഖം തോന്നിക്കുകയില്ല. കാരണം ദുഃഖം അനുഭവിച്ചതിന് ശാന്തി അനുഭവിച്ചത് ആ ആൾ മാത്രമാണ്. കേൾക്കുമ്പോൾ ഒരു കൗതുകവും ഒരു എന്തോ ഒരു അതിശയം പോലൊക്കെ തോന്നുമെന്നല്ലാതെ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണായ നമഃ എന്ന് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്. സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിന് സുഖമാണ്, ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ ദുഃഖമാണ്. ദുഃഖം അങ്ങ് മാറി സുഖത്തിൽ നിൽക്കുമ്പോൾ ദുഃഖത്തെക്കുറിച്ച് ആലോചിച്ച ദുഃഖം അനുഭവമാകുമോ? ആവുകയില്ല. സുഖം മാറിയിട്ട് ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് സുഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സുഖമാവുമോ? അതുമാവുകയില്ല. അപ്പൊ ഈ ദുഃഖം ഒഴിവാക്കി സുഖത്തെ ആത്മാവിൽ നിലനിർത്തി ജീവിതം ചെയ്യണമെങ്കിൽ എന്ത് വേണം? തത്വം ഗ്രഹിച്ച് സൽക്കർമ്മത്തിൽ കൂടി ഈ ജ്ഞാനരൂപം ആത്മാവിൻ്റെ രൂപമാക്കി തീർക്കണം. ഇതാണ് അല്പം ശ്രമകരമായ കാര്യം. അതിനുള്ള ഒരു പ്രചോദനം, അതിനുള്ള ഉത്ബോധം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്തുതിയൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ സ്വായത്തമാക്കണം, ഉള്ളിലേക്ക് സ്വായത്തമാക്കണം. ഈ സ്തുതിയിൽ കൂടി നാമസങ്കീർത്തനം പാടി പാടി പാപശാപങ്ങൾ ഒഴിച്ചിടണം. അങ്ങനെ ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും ഒക്കെ തീർന്ന് ആത്മാവ് ശുദ്ധമാക്കാൻ ഈ തീർത്ഥം വളരെ നല്ലതാണ്. ഏതാണ് തീർത്ഥം? നാമസങ്കീർത്തനം എന്ന തീർത്ഥം. ഇത് മഹാതത്വങ്ങൾ അടങ്ങുന്ന സർവജ്ഞാനത്തിൻ്റെ പൂർണ്ണരൂപമാണ്. ഇത് കീർത്തിക്കും തോറും നമ്മുടെ ശാപങ്ങളും പാപങ്ങളും ഒക്കെ ഒഴിവായിപ്പോകും. അപ്പോൾ ആത്മാവിനൊരു ശുദ്ധത വരും. ആ ശുദ്ധതയിൽ നിന്ന് കർമ്മിക്കുമ്പോൾ വീണ്ടും അറിവ് ഗ്രഹിക്കുവാനുള്ള ആ ഒരു വഴിയുണ്ടാകും, അതിനുള്ള പ്രാപ്തി ഉണ്ടാകും ആത്മാവിന്. അങ്ങനെ വിശ്വസിച്ചും ആശ്രയിച്ചും ആരാധിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ക്രമീകരണമാണ് ഇതിൽ കൂടിയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അത്രയും ശ്രേഷ്ഠമായി വരണമെങ്കിൽ നിങ്ങളെന്ത് വേണം? കൂടുതൽ ആശ്രയിക്കണം. അങ്ങനെ സ്തുതി നടക്കട്ടെ ഉന്നതമായ വിധത്തിൽ. ഇതിൻ്റെ സങ്കല്പങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ സുഖവാഴ്ച, ഉന്നതമായ ജന്മനക്ഷത്രത്തിൻ്റെ ആനന്ദകരമായ നടത്തിപ്പ്, മഹാഗോപുരത്തിൻ്റെ ഉന്നതമായ പൂർത്തീകരണം, ആത്മദീപത്തിൻ്റെ ആയുരാരോഗ്യത്തോടെയുള്ള ജീവിതം, സർവ്വലോകനാഥൻ്റെ ഈ താരാസ്തുതി മഹായജ്ഞ ഉന്നതമായി നടത്തിപ്പ്, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശാഖകളിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇതിൽ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനൊന്നും ഒരു തെറ്റുമില്ല. എല്ലാം ഈശ്വരൻ സ്വീകരിച്ച് ഉന്നതമായ വിധത്തിൽ പൂരം ജന്മനക്ഷത്രം നടത്തട്ടെ. ഇന്നത്തെ സ്തുതിയും ആനന്ദമായി നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി ഈ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വച്ചിട്ടാണ് ഇപ്പോൾ സ്തുതിക്കാൻ ആവശ്യപ്പെടുന്നത്. പണ്ട് അങ്ങനെയല്ല. ഒരു താരാസ്തുതി നടക്കുമ്പോൾ പോലും ഇവിടെ ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല. പലരും കലവും അരിയൊക്കെ ആയിട്ട് വന്നാണ് താരാസ്തുതി പങ്കെടുക്കുന്നത്. ദിവസത്തിൽ ഒരു നേരം അല്പം അരിയിട്ട് കഞ്ഞി വെക്കും. അപ്പോൾ കഴിക്കാനില്ലാത്തവർ പലരും ചെന്ന് നോക്കിയിരിക്കും. ഇപ്പോൾ ഉള്ളതെല്ലാവരും കൂടെ വീതിച്ചതിന് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പട്ടിണി ഇരുന്നു കൊണ്ട് സ്തുതിച്ച ഒരു സമയം. അവിടെ നിന്നെല്ലാം മാറ്റി സ്വന്തമായിട്ട് നമുക്ക് അറയുണ്ടാക്കി ചാക്കുംപടി അരിയും പത്തായം നിറച്ച് നെല്ലുമൊക്കെ കൊണ്ടുവച്ചിട്ടാണ് പറഞ്ഞത് ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദിക്കാമെന്ന്. ഇന്ന് വരെ പിന്നെ അതിന് മാറ്റമുണ്ടായിട്ടില്ല. നമ്മൾ ചാക്കുംപടി അരി പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, പല അനാഥാലയങ്ങളിലേക്കും. കാരണം അത്രത്തോളം ജഗദീശ്വരനോട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരോടുകൂടി ദൈവം നിന്ന് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി? സന്താനങ്ങൾക്ക് വേണ്ടി. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഇന്ന് സ്തുതിക്കാൻ പറയുന്നത്. ഭക്ഷണം ആവശ്യം പോലെ എവിടെ വേണമെങ്കിലും ഉണ്ട്. എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. വിശ്രമിക്കാൻ സ്ഥലമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് ആരാധിക്കാൻ പറയുന്നത്. ഇതെല്ലാം കൂടുതൽ ഉപയോഗിച്ചിട്ട് സുഖിക്കാനല്ല, ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുകയും കൂടുതൽ കഷ്ടനഷ്ടങ്ങളില്ലാതെയും പ്രയാസമില്ലാതെയും ശരീരക്ലേശമില്ലാതെയും ഇരുന്നു കൊണ്ട് ദൈവനാമം സ്തുതിക്കുക. അപ്പോൾ ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിങ്ങൾക്ക് ആനന്ദമായി ഭവിക്കട്ടെ. ഈ ജന്മനക്ഷത്രം ആനന്ദോത്സവമായി തീരട്ടെ. ജഗദീശ്വരൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.